മനുഷ്യത്വത്തിന്റെ പതാക പുതച്ചുകൊണ്ട് ലോകത്ത് നമ്മുടെ ധർമ്മം നിർവഹിക്കാം. നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനൊന്നും സംഭവിക്കില്ല, ഡൊണാൾഡ് ട്രംപിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ മുദ്രാവാക്യം വിളിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ കഫിയ പുതക്കുന്നത്, ഞാൻ ഫലസ്തീന് വേണ്ടി ശബ്ദിക്കുന്നത് എൻ്റെ മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്താനാണ്, എൻ്റെ നീതിബോധത്തെ ബോധ്യപ്പെടുത്താനാണ്. ഞാനും ഒരു മനുഷ്യനാണ് എന്ന് ചരിത്രത്തിൽ എനിക്ക് ബോധ്യപ്പെടുത്താനാണ്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഫലസ്തീൻ്റെ കൂടെയാണ്. ഞാനും ഫലസ്തീൻ്റെ കൂടെയാണ്, നിങ്ങളും ഫലസ്തീൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ആ ജനതയെ പക്ഷേകളില്ലാതെ, ഉപാധികളില്ലാതെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഇന്ന് ലോകത്തെല്ലാ മുക്കുമൂലകളിലും ഫിലസ്തീൻ എന്ന് പറയുന്നത് ഒരു ചർച്ചാ വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന 2 പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പോസ്റ്റ് ഇട്ടത് മുഹമ്മദ് അലി എന്ന് പറയുന്ന ടുണീഷ്യൻ സുമൂദ് ഫ്ലോട്ടില്ലയിലുണ്ടായിരുന്ന ആംസ്റ്റർഡാം കപ്പലിൻ്റെ കമാൻഡറുടെ പോസ്റ്റാണ്. ടുണീഷ്യക്കാരനായ മുഹമ്മദ് അലി ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മനുഷ്യത്വം വഹിച്ചുകൊണ്ട് ഗസയിലേക്ക് നീങ്ങിയ കപ്പലുകളെ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ശ്രമിച്ച സന്ദർഭത്തിൽ ഇസ്രായേലിൻ്റെ നാവിക സൈനികർ ഈ കപ്പലിലേക്ക് ഇരച്ചു കയറുകയാണ്. ആ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ആ കപ്പലിൻ്റെ എൻജിൻ പ്രവർത്തനം നിശ്ചലമായി. അതിൻ്റെ കമാൻഡർ എന്ന നിലയിൽ ഞാൻ ആ കപ്പലിൻ്റെ എൻജിൻ പ്രവർത്തിക്കാൻ വേണ്ടി അത് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു. അബദ്ധത്തിൽ അലാറം തട്ടി വലിയ ശബ്ദമുണ്ടാക്കി കപ്പൽ. ഈ ശബ്ദം കേട്ടപ്പോൾ കപ്പലിലുണ്ടായിരുന്ന ഇസ്രായേൽ സൈനികരെല്ലാം പരിഭ്രാന്തരായി. എൻ്റെ അടുത്തിരിക്കുന്ന ഇസ്രായേൽ സൈനികൻ ഭയം കാരണം മൂത്രമൊഴിച്ചു. ഇതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കാർബോർഡ് സൈന്യം മാത്രമാണ്, കാർബോർഡ് സൈന്യം മാത്രമാണ്. ഇന്നലെ വേറെ ഒരു പോസ്റ്റ് ഉണ്ട്. മിസ്റിൽ, ഈജിപ്തിൽ, അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഉദ്യോഗസ്ഥരും മറ്റു രാജ്യങ്ങളുടെ പ്രതിനിധികളും ഹമാസിൻ്റെ നേതാക്കന്മാരും തമ്മിൽ നടക്കുന്ന വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ 4 ആളുകൾ ഇരിക്കുന്നുണ്ട്. ഖലീൽ അബു ഹയ്യ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതിലുണ്ട്. അതിൻ്റെ താഴെ ഒരാൾ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളാരും ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കണ്ടിട്ടില്ല, ഞങ്ങളാരും മുസ്അബ് ബിൻ ഉമൈറിനെ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അബു ഉബൈദത്തുൽ ജറാഹിനെ കണ്ട പരിചയമില്ല, ഞങ്ങൾക്ക് അനസ് ബിൻ നദറിനെ ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ ഈ ടേബിളിലിരിക്കുന്ന 4 പേരുണ്ട്. അവർ അനസ് ബിൻ നദറാണ്, മുസ്അബ് ബിൻ ഉമൈറാണ്, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണ്, അബൂ ഉബൈദത്തുൽ ജറാഹാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എടുത്തു നോക്കുക, ഇന്നലെ സ്വന്തം വീട് മുഴുവൻ തകർന്ന് തരിപ്പണമായ അവശിഷ്ടങ്ങളുടെ അടുത്തൊരു സ്ത്രീ വന്നിരിക്കുന്നുണ്ട്. ആ സ്ത്രീ ഇങ്ങനെ പത്രക്കാരനോട് വീഡിയോയിൽ സംസാരിക്കുകയാണ്. പത്രക്കാരൻ്റെ മൈക്കിൽ അവർ പ്രതികരിക്കുന്നുണ്ട്. വീടെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. 4 മക്കളും രക്തസാക്ഷികളാണ്, ഭർത്താവും രക്തസാക്ഷിയാണ്. എല്ലാവരും ഉടപ്പുറപ്പുകളെല്ലാം രക്തസാക്ഷികളായി. അവലംബമായ വീട് ഇടിച്ചു നിരത്തി പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്തൊരു സ്ത്രീ എഴുന്നേറ്റെന്ന് പറയാണ്, മന്ദല്ലദീ യഖ്രിദുല്ലാഹ ഖർളൻ ഹസന എന്ന് നാളെ ചോദിക്കുന്നൊരു സമയമുണ്ട്. അള്ളാഹുവിന് കടം കൊടുത്തവരാരാണ് എന്ന് അള്ള ചോദിക്കുമ്പോൾ ഖർളൻ ഹസന, ഏറ്റവും നല്ല കടം കൊടുത്തവൻ ഞാനാണെന്ന് പറയാൻ എനിക്ക് സധൈര്യം സാധിക്കുമെന്ന് പറയുന്ന സ്ത്രീകൾ, ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഗസ. ഒരു ഭാഗത്ത് എഞ്ചിന്റെ അലാറം ശബ്ദം കേട്ട് മൂത്രമൊഴിക്കുന്ന കാർബോർഡ് സൈന്യവും സർവവും തകർന്നപ്പോ
അതില് അള്ളാഹുവിന് കടം കൊടുത്തതാണെന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന സ്ത്രീ, സാധാരണക്കാരിയായ സ്ത്രീയുമുള്ള രണ്ട് ജനങ്ങൾ തമ്മിലുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെയും സംഘർഷത്തിന്റെയും ആ ചരിത്രത്തെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഗസ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം തലകുനിക്കാത്തതെന്നാണ്, വ്യതിരക്തമായതെന്നാണ്. ചരിത്രത്തിൽ ഒരിക്കലും ഗസ തലകുനിച്ചിട്ടില്ല. നെപ്പോളിയൻ വന്നിട്ടുണ്ട്, അലക്സാണ്ടർ വന്നിട്ടുണ്ട്, കുരിശ് സൈന്യം വന്നിട്ടുണ്ട്, താർത്താരികൾ വന്നിട്ടുണ്ട്. ഖുദ്സും പരിസര പ്രദേശങ്ങളും കീഴടക്കാൻ ഇതിനേക്കാൾ വലിയ വലിയ ശക്തികൾ വന്നപ്പോൾ തലകുനിക്കാതെ ഒരു കവാടം കണക്കെ, ഒരു മതിൽ കണക്കെ വിശുദ്ധ ഖുദ്സിനെയും പരിസര പ്രദേശങ്ങളെയും സംരക്ഷിച്ചു നിർത്ത ചരിത്രവും പാരമ്പര്യവുമുള്ള പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ, വോൾഗ മേയറിന്റെ, ഷിമോൺ പെരസിന്റെ, ഏരിയൽ ഷാരോണിന്റെ ഒരു സൈന്യത്തിന്റെ മുന്നിലും തലകുനിക്കില്ല. കാരണം അത് ഗസ്സത്തുൽ ഇസ്സ, ഇസ്സത്തിന്റെ ഗസയാണ്. ഇസ്സത്തിന്റെ രാജകൊട്ടാരത്തിൽ വിരാജിക്കുന്ന ലോകത്തൊരു പ്രദേശമുണ്ടെങ്കിൽ നിസ്സംശയം അതിന് പറയാൻ പറ്റുന്ന പേരാണ് ഗസ്സ. ഗസ്സത്തു ഹാഷിം എന്ന പേര് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹാഷിം എന്ന പേര് പ്രവാചകന്റെ പിതാമഹന്റെ പേരാണ്. ഹാഷിം ബിൻ അബ്ദുമനാഫ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഗസ്സ അറിയപ്പെടുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. അദ്ദേഹം റോമിലേക്ക് അല്ലെങ്കിൽ ഷാമിലേക്കൊക്കെ യാത്ര നടത്തുന്ന സന്ദർഭത്തിൽ വിശ്രമസ്ഥലമായി സ്വീകരിച്ചിരുന്ന സ്ഥലമാണ് ഗസ്സ. പ്രവാചക പിതാവ് അബ്ദുള്ള അവസാനമായി യാത്ര നടത്തിയ പ്രദേശമാണ് ഗസ്സ എന്ന് പറയുന്ന പ്രദേശം. അപ്പൊ പ്രവാചകന് ഒരു വൈകാരിക ബന്ധമുള്ള പ്രദേശമാണ്. ഇമാം ഷാഫിഈ അതുകൊണ്ടാണ് ഇന്നീല മുസ്താഖുൻ ഇലാ ഗസ്സ എന്ന് പാടിയത്. അതുകൊണ്ടാണ് ലോകത്തെവിടെയായാലും ഗസ്സക്കാരനായ ഇമാം ഷാഫിഈ ഗസ്സയെ പ്രണയിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത്രയും വലിയ മഹാന്മാരായ ആളുകൾ, ഒരുപാട് ആളുകൾ, ചരിത്രത്തിലെ ഒരുപാട് ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അപ്പൊ തലകുനിക്കാത്ത ചരിത്രമാണ് ഗസ്സയ്ക്ക് എല്ലാ കാലത്തും പറയാനുള്ളത്. അതുകൊണ്ട് ഗസ്സ ഒരിക്കലും എത്ര പദ്ധതികൾ രൂപീകരിച്ചാലും, എത്ര വെടിനിർത്തൽ കരാറുകളിൽ ചതി ഒളിപ്പിച്ചു വെച്ചാലും ശരി, അവരെ പരാജയപ്പെടുത്താൻ, അവരെ തളർത്താൻ, തകർത്താൻ ചരിത്രത്തിന് സാധിച്ചിട്ടില്ല. അലക്സാണ്ടർ പോലെയുള്ള, നെപ്പോളിയനെ പോലെയുള്ള വലിയ വലിയ ആളുകൾ അവരുടെ ഭൂമിയിലേക്ക് എരച്ചു കയറിയപ്പോ ചെറുത്ത് ചെങ്കോട്ട കണക്ക് ചെറുത്തു നിർത്തിയ, അതുപോലെ മതിൽ കണക്ക് ചെറുത്തു നിർത്തിയ പാരമ്പര്യം അവർക്കുണ്ട്. ആ ചെറുത്തുനിൽപ്പിന്റെ വീര്യമാണ്, ആ ചെറുത്തുനിൽപ്പിന്റെ സാന്ദ്രതയാണ്, ആ ചെറുത്തുനിൽപ്പിന്റെ ശക്തിയാണ് ഇന്നും ലോകം ദർശിച്ചിട്ടില്ലാത്ത ഒരു ചെറുത്തുനിൽപ്പിലൂടെ അവർ കാണിച്ചു കൊടുത്തത്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, നമുക്കറിയാം ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ 7 ശേഷം യുദ്ധം പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിച്ച് ഗസ്സ ഞങ്ങൾ നിലംപരിശാക്കുമെന്നാണ്. 48 മണിക്കൂർ പോയി, 48 ദിവസം, 480 ദിവസം കഴിഞ്ഞു. തങ്ങളുടെ ബന്ദികളെ, കൊല്ലപ്പെട്ട ബന്ദികളുടെ ബോഡി തരയാൻ തുർക്കി ഇന്റലിജൻസിന്റെ സഹായം തേടാൻ വരെ ഇസ്രായേൽ സന്നദ്ധമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബന്ദികളെ കണ്ടുകിട്ടിയിട്ടില്ല. തങ്ങളുടെ നിരന്തരമുള്ള ബോംബ് വർഷ കാരണം ചില ബന്ദികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ബന്ദികളുടെ ബോഡി പോലും കിട്ടാൻ അവർക്ക് സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് ഗസ്സയിലെ കാര്യങ്ങൾ പോയത്. എല്ലാ അർത്ഥത്തിലും തച്ചു തകർത്ത് തരിപ്പണമാക്കിയ ഒരു പ്രദേശം. ആ പ്രദേശം എന്താണ് ഇസ്രായേൽ അവിടെ നേടിയത്? ചരിത്രത്തിൽ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം അതാണ്. ഇസ്രായേൽ എന്താണ് നേടിയത്? എന്താണ് ഗസ്സ നേടിയെന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം കേരളത്തിൽ ഒരു മുൻ DGP ഉണ്ടായിരുന്നു, ക്രമസമാധാനത്തിന്റെ ചുമതല DGP ആണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഓരോ ദിവസം നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഒരു വിദ്വേഷ ഡിപ്പാർട്ട്മെന്റിന്റെ DGP ആണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇന്നലെ കുട്ടികൾ സ്പോർട്സിലേതോ ഐറ്റംസിൽ സമ്മാനം അർഹരായ കുട്ടികളെല്ലാം കഫിയ പുതച്ച് അതുപോലെ പലസ്തീൻ പതാക ഉയർത്തിയിട്ട് അവർക്ക് കിട്ടിയ ട്രോഫിയും സർട്ടിഫിക്കറ്റും വാങ്ങുമ്പോൾ ഇത് കേരളത്തിലെ ഇത്തരം കാഴ്ചകളെ കുറിച്ച് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ഇവിടെ ഈ രാജ്യത്തിനൊരു പതാകയുണ്ട്, ആ പതാകയ്ക്ക് പകരം എന്തിനാണ് ഒരു ഫലസ്തീൻ പതാക എന്തുന്നത് എന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയകളും ഫലസ്തീൻ പതാകകളും ഫലസ്തീൻ സിംബലുകളും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇവിടെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗം ആളുകൾ ഒന്ന് ഇസ്രായേലിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, ഒന്ന് നവനാസ്തികരാണ്. മുമ്പേ 990 കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേലിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയവരാണ് അവർ. അവരുടെ മഹാന്മാരായ സൈദ്ധാന്തികരെല്ലാം
ഇറാഖിലേക്ക് അമേരിക്ക അധിനിവേശം നടത്തി ലക്ഷോപലക്ഷം മനുഷ്യരെ കൊന്നൊടുക്കിയ സന്ദർഭത്തിൽ ആ ലക്ഷോപലക്ഷം മനുഷ്യരുടെ ചോരക്ക് ന്യായീകരണം ചമച്ചവരാണ് നവനാസ്തികതയുടെ പേരിൽ ഇവരുടെ ആശാന്മാർ. അവർക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാതെ രക്ഷയില്ല. മറ്റൊന്ന് സംഘപരിവാർ പ്രൊഫൈലുകളാണ്, സംഘപരിവാർ സംഘടനകളാണ്. അവർ ഇസ്രായേലിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുകയാണ്, ഇസ്രായേലിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് മനുഷ്യത്വവും മാനവികതയും സത്യവും നീതിയും ഒരു ഭാഗത്ത്, അനീതിയും മാനവിക വിരുദ്ധവുമായ ഹിംസാത്മകമായ ഒരു പക്ഷം ഒരു ഭാഗത്ത്. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമ്മളെ തെളിയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉരക്കല്ലാണ് ഗസ, ഫലസ്തീൻ എന്ന് പറയുന്നത്. സംഘപരിവാർ നമുക്കത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും അവരുടെ മനസ്സിൽ അവശേഷിക്കുന്നില്ല എന്ന് എല്ലാ ദിവസവും ഉറക്കെ പ്രഖ്യാപിക്കാൻ ഫലസ്തീൻ ഒരു നിമിത്തമായി അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫലസ്തീനെതിരായി ഇസ്രായേലിന് അനുകൂലമായി അവർ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ വംശപറിയുടെ ആഴമെന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തോളിൽ കൈയിടാൻ ഇന്ന് ലോകത്താകെ സന്നദ്ധമാകുന്ന 10 രാജ്യങ്ങളെ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിലൊന്ന് അമേരിക്കയുണ്ട്, അർജന്റീനയുണ്ട്, അതേ പേരറിയുന്ന രാജ്യങ്ങളുള്ളൂ. ബാക്കിയൊക്കെ രാജ്യങ്ങൾ തന്നെയാണോ എന്ന് സംശയമാണ്. അങ്ങനെയുള്ള 10 രാജ്യങ്ങൾ, ലോകത്തെ പ്രഗത്ഭരായ ചേരികളെല്ലാം ഒരു കാലത്ത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനെ വിഭജിക്കാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യത്തിന് ഒത്താശ പിടിച്ച ബ്രിട്ടനിലാണ് ഫലസ്തീന്റെ കൊടിപൊക്കി ഫലസ്തീൻ എംബസി തുറക്കുമെന്നും ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് സാക്ഷാൽ ബ്രിട്ടനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇസ്രായേലിന് വിരുദ്ധമായി, അതുപോലെ സയനിസ്റ്റുകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഒരു മുദ്രാവാക്യം തെരുവിൽ വിളിച്ചാൽ രാജ്യദ്രോഹ കുറ്റമായി അംഗീകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഫ്രാൻസ് ആണ് യഥാർത്ഥത്തിൽ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച മറ്റൊരു രാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒക്ടോബർ 7 മുമ്പ് യഹ്യ സിൻവാർ, ഒക്ടോബർ 7 മുമ്പ് ഷഹീദ് ഉമ്മ അബു ഇബ്രാഹിം യഹ്യ സിൻവാർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എത്ര ദീർഘവീക്ഷണമുള്ള പ്രസ്താവനയാണ്. ഇവിടെ പലരും അത് ഉദ്ധരിക്കുകയുണ്ടായി. അതിങ്ങനെയാണ്: ഫലസ്തീൻ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നേടിയെടുക്കാൻ സയനിസ്റ്റ് അധിനിവേശത്തിനെതിരെ മുഴുവൻ ലോകത്തെയും അണിനിരത്തുന്ന സാഹസിക നീക്കം ഹമാസ് നയിക്കും യഹ്യ സിൻവാർ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഫലസ്തീനു വേണ്ടി അണിനിരത്തുന്ന ഒരു നീക്കത്തിനു വേണ്ടി ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഒരു പ്രവചന സമാനമായ പ്രഖ്യാപനമാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കുക, ലോകത്തെ ഏത് കുഗ്രാമത്തിലും ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യങ്ങളുണ്ട്, ഫലസ്തീൻ സിംബലുകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഫലസ്തീനു വേണ്ടി ആളുകൾ ശബ്ദിക്കുന്നുണ്ട്. എത്ര വലിയ പ്രോപ്പഗണ്ടകളാണ്! പ്രോപ്പഗണ്ടയിൽ ബില്യണറേറെയ പ്രോപ്പഗണ്ടയിൽ 5 സ്റ്റാറും 7 സ്റ്റാറും അടിച്ച ഇസ്രായേലിന്റെ പ്രോപ്പഗണ്ടകൾ ഈ രാജ്യത്ത് യേശാതിരിക്കുമ്പോഴാണ് അതിന് നക്കാപ്പിച്ച കാശ് മാത്രം ചെലവഴിക്കുന്ന സംഘപരിവാറിന്റെ പ്രോപ്പഗണ്ട എങ്ങനെയാണ് ലോകത്ത് വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തെ പ്രോപ്പഗണ്ടകളെല്ലാം തകിടം മറിച്ചുകൊണ്ട്, ഇസ്രായേലിന്റെ എല്ലാ ആഖ്യാനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് ഫലസ്തീൻ എന്ന മുദ്രാവാക്യം ലോകത്തിന്റെ എല്ലാ തെരുവോളുകളിലും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾക്ക് വരെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ജനങ്ങളെല്ലാം തിളച്ചു മറിയുകയാണ്. ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഓസ്ട്രേലിയയും ബ്രിട്ടനും ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. അവ ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിക്കാത്ത കുട്ടികൾ, അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാത്ത മനുഷ്യർ, ജനസഞ്ചയങ്ങൾ ലോകത്ത് കുറയുകയാണ്. മറുഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനസൈഡ് ഇൻഡസ്ട്രി, അത് വംശഹത്യയുടെ വ്യവസായത്തിലെ ഒരു വ്യവസായിയായി മാറുകയാണ്. അദ്ദേഹത്തെ ലോകം വിളിക്കുന്നത് ലോക ക്രിമിനൽ എന്നാണ്. വംശഹത്യ നടത്തുന്ന ലോക കുറ്റവാളി എന്ന് ലോകം വിളിക്കുകയാണ്. 10ഓളം രാജ്യങ്ങളിൽ നെതന്യാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുള്ള ഭരണാധികാരിയായി ബെഞ്ചമിൻ നെതന്യാഹു മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നെതന്യാഹു ലോകത്തിന്റെ മുന്നിൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വ്യക്തിത്വമായി മാറുകയും, അതേപോലെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന കോസ് ലോകത്തെ ഏറ്റവും സുന്ദരമായ മുദ്രാവാക്യമായി വിഷയമായി മാറുകയും ചെയ്യുകയാണ്. യഹ്യ സിൻവാർ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയം ലോകത്തിന്റെ നെഞ്ചകങ്ങളിൽ ഒരു പടപെടുക്കുന്ന നീതിയുടെ ശബ്ദമായി മാറുന്ന കാലത്തിനാണ് ഞങ്ങൾ ഈ ഒരുക്കം നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യഥാർത്ഥത്തിൽ ചതിയുടെ, വഞ്ചനയുടെ എല്ലാ കുതന്ത്രങ്ങളെയും ഒളിപ്പിച്ചു വെച്ച 21 കരാർ പദ്ധതി ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സന്ദർഭത്തിൽ, ഈജിപ്തിലേക്ക് കരാർ ചർച്ച ചെയ്യാൻ വന്ന സന്ദർഭത്തിൽ ഹമാസിന്റെ നേതാക്കന്മാർ നിരന്നിരിക്കുകയാണ്. ഓരോ കരാറിനെയും അവർ കീറി പരിശോധിക്കുകയാണ്. എന്നിട്ട് ഫലസ്തീനിലെ ജനങ്ങളോട് അവർ വാഗ്ദാനം ചെയ്യുകയാണ്,
നിങ്ങളുടെ അഭിമാനത്തെ ലംഘിക്കുന്ന, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, നിങ്ങളുടെ അവകാശത്തെ കവർന്നെടുക്കുന്ന, നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നിലും ഞങ്ങൾ ഒപ്പുവെക്കില്ല. നിങ്ങളുടെ അഭിമാനത്തെ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, നിങ്ങളുടെ അവകാശത്തെ, നിങ്ങളെ തല ഉയർത്തി പിടിച്ചു നിൽക്കാനുള്ള അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കരാർ അംഗീകരിക്കുക എന്ന് പറഞ്ഞ് തലയെടുപ്പോടുകൂടി ആരെ ഒതുക്കാനും ആരെ വഞ്ചിക്കാനും വേണ്ടി, ആരെ നിരായുധീകരിക്കാനും വേണ്ടിയാണോ കരാർ രൂപീകരിച്ചത്, അവരുടെ മുന്നിൽ അവരൊപ്പിടുന്നതും അവർ പറയുന്നതെന്ന് കേട്ട് തലകുനിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു ലോകഘടനയെ സൃഷ്ടിച്ചു വന്നതാണ് തൂഫാൻ ലക്സയ്ക്ക് ശേഷം സംഭവിച്ച ലോകഘടനയിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കരാർ ലംഘിക്കും, ഈ കരാർ അവർ ലംഘിക്കും. ലംഘിച്ച ചരിത്രമാണ് അവർക്കുള്ളത്. കാരണം ലോകരാജ്യങ്ങൾ മുഴുവൻ നിരീക്ഷിച്ച കരാറുകൾ 19 വലിച്ചു കീറി ചവറ്റുകുട്ടയിലെറിഞ്ഞ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, ഈ യുരീദു വയഖ്ദഉക, അവർ നിങ്ങളെ ചതിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? അവർ ഇന്ന ഹസ്ബകല്ലാഹ്, ഞങ്ങൾക്കല്ല മതി, നിനക്കല്ല മതി. ഫഅയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, വിശുദ്ധ ഖുർആനിന്റെ ആയത്താൽ വചനമാണ്. അല്ലാഹു മതി, അവൻ നിങ്ങളെ സഹായിക്കും, വിശ്വാസികളെ സഹായിക്കാൻ അവൻ മതിയായവനാണ്. അവർ ചതിക്കും, വഞ്ചിക്കും. പക്ഷേ അതിനേക്കാൾ വലിയത് ദൈവം തമ്പുരാന്റെ ഒരു സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചു നിൽക്കുന്ന ഒരു ജനതയാണ് അവരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടത്, അവിടെ തകർത്ത ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത് 4,36,000 ബിൽഡിങ്ങുകളാണ്. 90% ബിൽഡിങ്ങുകളും ഫലസ്തീനിൽ തകർത്തിരിക്കുകയാണ്. വാസയോഗ്യമല്ലാത്ത സ്ഥിതി അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോൾ മാത്രം 2600 ആളുകളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് 459 പട്ടിണി മരണങ്ങൾക്ക് നമ്മൾ സാക്ഷികളായി. 1722 ആരോഗ്യ പ്രവർത്തകർ രക്തസാക്ഷികളായി. അതുപോലെ തന്നെ നമുക്കറിയാം 20,000-ലധികം പിഞ്ചു കുഞ്ഞുങ്ങൾ രക്തസാക്ഷികളായി. $300 ബില്യൺ നാശം, യഥാർത്ഥത്തിൽ $100 മില്യൺ നാശം ഫലസ്തീന് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ എല്ലാ നാശനഷ്ടങ്ങളുടെയും മുകളിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ, അവരുടെ നിശ്ചയനാട്യം, അതുപോലെ തന്നെ അവരുടെ കരാറിനെ ഇടകീറി പരിശോധിക്കാനുള്ള സാമർഥ്യം, അവരുടെ ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജിക്കായ അവരുടെ വാല്യൂസ് എന്ന് പറയുന്നത് ലോകത്തെ ഒരു രാജ്യത്തിനും സാധ്യമല്ല എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. അബൂ ഉബൈദ എന്ന് പറയുന്ന ഖസാം പോരാളികളുടെ നേതാവ്, അദ്ദേഹം എല്ലാ ബ്രീഫിംഗിന്റെയും അവസാനം പറയാറുണ്ട്, അല്ലാഹുവാണ് സകലത്തിന്റെയും ആ മുകളിൽ നിൽക്കുന്നത്. ഗാലിബുൻ അലാ അംരിഹി വലകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ, പക്ഷെ അധിക ജനങ്ങൾക്കും അതറിയില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ തങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും അതുപോലെ തന്നെ പ്രതിരോധങ്ങളെയും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ ഒരു ചെറുത്തുനിൽപ്പിന് സാക്ഷികളായ ഫലസ്തീൻ ജനത എന്ന് പറയുന്നത് നമുക്കറിയാം. അതുകൊണ്ട് പദ്ധതിക്കെതിരെയുള്ള കനത്ത പ്രഹരമേൽപ്പിക്കാൻ സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ പ്രതിച്ഛായ തകരുകയാണ് എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു എയർപോർട്ടിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, UNOയിൽ പ്രസംഗിക്കാൻ കഴിയുന്നില്ല. ഇവിടെ നവനാസ്തികരുടെ നേതാവ് അദ്ദേഹം പറയാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഐക്യരാഷ്ട്രസഭയിൽ ബഹിഷ്കരിച്ചത് ശരിയായില്ല, കാരണം അദ്ദേഹം നടത്തുന്നത് വംശഹത്യയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടാണ് ബോംബിടുന്നത്, അദ്ദേഹം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ബോംബിടുന്നത്. എവിടെയാണ് ബോംബിടുന്നത്? ഹോസ്പിറ്റലുകളിൽ. ഏകദേശം നിങ്ങൾ ആലോചിച്ചു നോക്കുക, പള്ളികൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ, ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിൽ പെടുന്നനെ ബോംബിട്ടിട്ട് പറഞ്ഞിട്ട് ബോംബിടുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയല്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നോബൽ സമ്മാനം പ്രഖ്യാപിച്ച ആളുകൾ ഈ സാധനത്തിനെ കാണാത്തത് കൊണ്ടായിരിക്കും. ഇല്ല എങ്കിൽ നമ്പർ 1 സമാധാനത്തിന്റെ ആ കാറ്റഗറി അനുസരിച്ച് കിട്ടേണ്ട അവാർഡ് ഈ മനുഷ്യന് കിട്ടേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ലോകം മുഴുവൻ വംശഹത്യ, കൊടും ക്രിമിനൽ കുറ്റവാളി ലോകത്ത് തല ഉയർത്തിപ്പിടിച്ചു വിളിക്കുമ്പോ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ, വെള്ള പെയിന്റ് അടിച്ച് പൂശാൻ ഇങ്ങേയറ്റത്തെ ഒരു കേരളത്തിലെ ഒരു ചെറു സംഘം, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ കാലത്തും മനുഷ്യത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും വിരുദ്ധപക്ഷത്തു നിന്ന് തങ്ങളുടെ ചരിത്രത്തിന്റെ എല്ലാ കോട്ടകളും പൂർത്തീകരിച്ച വിഷലിപ്ത രാഷ്ട്രീയത്തിന്റെ പ്രചാരകർ അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിനെ എതിർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സമാധാനിക്കാം. ആ 2 കൂട്ടരും
എതിര് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ അനുകൂലമായി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട. നിങ്ങൾ ശരിയുടെ പക്ഷത്താണ്, നിങ്ങൾ നീതിയുടെ പക്ഷത്താണ്, നിങ്ങൾ മനുഷ്യന്റെ പക്ഷത്താണ്, മനുഷ്യത്വത്തിന്റെ പക്ഷത്താണ്. അതുകൊണ്ടാണ് നിസ്സംശയം ഫലസ്തീനികളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് എല്ലാ വ്യാജ ആഖ്യാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയ ഫലസ്തീൻ സമൂഹത്തിന് നമുക്ക് സല്യൂട്ട് ചെയ്യാം, അഭിവാദ്യം ചെയ്യാം. ആഗോള മനുഷ്യരുടെ ശ്രദ്ധാകേന്ദ്രമായി ഫലസ്തീൻ മാറുകയാണ് പ്രിയപ്പെട്ടവരെ. ജനങ്ങളുടെ മനസ്സാക്ഷിയിൽ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയരുകയാണ്. ഭരണകൂടം എന്ത് സമീപനമെടുത്താലും ശരി, ലോകരാജ്യങ്ങളുടെ മനസ്സാക്ഷിയിൽ പ്രിയപ്പെട്ടവരെ ഫലസ്തീൻ എന്ന് പറയുന്ന മുദ്രാവാക്യം അലയടിച്ചുയരുകയാണ്. ഇറ്റലിയിൽ നമുക്കറിയാം, ഇറ്റലി കണ്ട ഏറ്റവും വലിയ ബന്ദ് നടന്നത് എന്തിനാണ്? ഹർത്താൽ നടന്നത് എന്തിനാണ്? ഇറ്റലിയിൽ ഏറ്റവും വലിയ പണിമുടക്ക് നടന്നത് എന്തിനാണ്? ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തും. ഇറ്റലിയിലെ തുറമുഖങ്ങളെല്ലാം പണിമുടക്കിയത്, എയർപോർട്ടുകൾ പണിമുടക്കിയത്, ഇറ്റലിയിലെ തൊഴിൽശാലകൾ പണിമുടക്കിയത് ആർക്ക് വേണ്ടിയാണ്? ഗസക്ക് വേണ്ടിയാണ്, ഫലസ്തീന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ മനസ്സാക്ഷിയിൽ ഗസയുണ്ട്, ഫലസ്തീനുണ്ട്. ചെറുത്തുനിൽപ്പിന്റെ കരുത്തെന്താണെന്ന് ലോകത്തെ മനുഷ്യരെ ബോധ്യപ്പെടുത്തിയവർ. തുല്യതയില്ലാത്ത ചെറുത്തുനിൽപ്പാൻ, ഭക്ഷണമില്ലാതെ ഉപരോധിച്ചു നിർത്തി, എല്ലാ സഹായങ്ങളും തടഞ്ഞു. അങ്ങനെ പട്ടിണി കാരണം ജനിച്ച കുഞ്ഞുങ്ങൾ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞിന്റെ കാല് വായിൽ വെച്ച് വിശപ്പടക്കിയ ദയനീയമായ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. മുലയൂട്ടാത്ത ഉമ്മമാരെ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അനേകം ഉമ്മമാർ സ്വന്തം മക്കൾ പട്ടിണികാരം വിറങ്ങലിച്ച് മരിച്ചു വീഴുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഉമ്മമാരെ നമ്മൾ കണ്ടു. പക്ഷേ ചെറുത്തു നിൽപ്പെന്ന് പറയുന്നത് ലോകത്തെ ഏത് വംശഹത്യാ പദ്ധതിയെയും ചെറുക്കുന്നതിന് ഏറ്റവും വലിയ രൂപരേഖ ഉണ്ടാക്കാൻ ഫലസ്തീനിലെ ചരിത്രത്തിന് സാധിച്ചുവെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഫലസ്തീനിന്റെ ഉള്ളിൽ ആഭ്യന്തരമായ ഐക്യം തൂഫാനുൽ അഖ്സ ഉണ്ടാക്കിയെന്നതാണ്. അവിടെയും പല കക്ഷികളുണ്ട്. നമുക്കറിയാം, മുസ്ലിം സംഘടനകൾ ഇവിടെയുമുണ്ട്, അതേപോലെയുള്ള സംഘടനകൾ, ആഭ്യന്തരമായി ശൈഥില്യങ്ങളുള്ള സംഘടനകൾ. പക്ഷെ അവരെല്ലാം ഒറ്റ കോസിൽ ഏകീകരിക്കുകയാണ്. ഈ തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം അവിടെ സർവേ നടന്നു. 78% ആളുകളും ഹമാസിനെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത്, ഹമാസിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. മറ്റൊന്ന് നമുക്കറിയാവുന്നത്, പാശ്ചാത്യരുടെ ഇരട്ടത്താപ്പ് പുറംപൂച്ച് വെളിവാവുകയാണ്. ആരാണ് നീതിയുടെ കൂടെ? ആരാണ് സത്യത്തിന്റെ കൂടെ? ആരാണ് മനുഷ്യന്റെ കൂടെ? ആരാണ് മനുഷ്യാവകാശത്തിന്റെ കൂടെ? ആരാണ് യഥാർത്ഥത്തിൽ പുരോഗമനകാരികൾ എന്ന് ലോകത്തെ മനസ്സിലാക്കുകയും, പാശ്ചാത്യ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വേദികളുണ്ട്, അവർക്ക് വീറ്റോ പവറുള്ള വേദികളുണ്ട്, അവരുടെയൊക്കെ പുറംപൂച്ച് വെളിവായി. ഇത് തൂഫാനുൽ അഖ്സയുടെ നേട്ടമാണ്. അതുപോലെ നമുക്കറിയാം, സമാധാന ചർച്ചകൾക്ക് ആഴം വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ ഇരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത്. ബന്ദികളുടെ കൈമാറാം, അതുപോലെ ഞങ്ങളുടെ ബന്ദികളെ 20 ബന്ദികളെ ഇവിടെ നിന്ന് കൈമാറും, 2000 ബന്ദികളെ അവിടെ നിന്ന് കൈമാറണം, ഇന്ന ലിസ്റ്റിലുള്ള ആളുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ സമ്പൂർണമായി ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം, വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്ന് പറയുകയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അംഗീകരിച്ച് ഒപ്പുവെക്കുന്നത് ആരാണ്? റൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതിനിധികളാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരുവത്തിൽ ലോകത്തെ 4ാം നമ്പർ സൈനിക ശക്തിയായ ഇസ്രായേലിനെ കൊണ്ടെത്തിക്കുന്ന അത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലിനെ തള്ളിമാറ്റുകയും സമാധാനത്തിന്റെ ആഴം വർദ്ധിക്കുന്ന കരാറിലേക്ക്, ചർച്ചകളിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തു എന്നതാണ്. മറ്റൊന്ന് നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനൂന ഹഖ, യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? അവരെ ലോകത്ത് ബോധ്യപ്പെടുത്തുക എന്നത് ഈ പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. സത്യസന്ധമായി സമാധാനത്തിന്റെ കൂടെ നിൽക്കുന്നവരാരാണ്? അതുപോലെ തന്നെ സത്യസന്ധമായി ക്ഷേമത്തിന്റെ കൂടെ നിൽക്കുന്നവരാരാണ്? സത്യസന്ധമായി വിശുദ്ധ ഖുദ്സിന്റെ മോചനത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരാരാണ്? സത്യസന്ധമായി ഫലസ്തീൻ എന്ന ഭൂമിയുടെ മോചനത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരാരാണ്? തങ്ങളൊരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ തങ്ങളെ കൈപിടിക്കാൻ വരുന്നവരാരാണ്? തങ്ങളെ പിറകിൽ നിന്ന് ചവിട്ടിത്താഴ്ത്തുന്നവരാരാണ്? തങ്ങളെ ഒറ്റുകൊടുക്കുന്നവരാരാണ്? തങ്ങളുടെ പ്രതിയോഗികളാരാണ്? തങ്ങളുടെ പ്രതിയോഗികളെ സഹായിക്കുന്നവരാരാണ്? ഇതെല്ലാം പച്ചവെള്ളം പോലെ സുതാര്യമായി ലോകത്തിന്റെ മുന്നിൽ വ്യക്തമാവുകയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഈ യഥാർത്ഥത്തിൽ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരാരാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു കാലം വരുമെന്നാണ്. ഈ തൂഫാൻ, പ്രതിരോധത്തിന്റെ പ്രളയം, തൂഫാനുൽ അഖ്സ ലോകത്ത് സമ്മാനിച്ചത്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം വളരെ സുവ്യക്തമായി നമുക്ക് വിശദീകരിച്ചു തന്നു എന്നതാണ്. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനിയും ഫലസ്തീനെ നമ്മൾ സഹായിക്കണം. മുദ്രാവാക്യങ്ങളിലൂടെ മുട്ടിച്ചുരുട്ടി
അവരുടെ സിംബലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദിച്ചുകൊണ്ട് നിരന്തരമായി തെരുവിലിറങ്ങുന്ന മനുഷ്യരുടെ കൂടെ നമ്മളും ഇനിയും ഉണ്ടാകണം. അതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, ഐക്യദാർഢ്യം വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് പിന്മടങ്ങാതെ ജാഗ്രതയോടുകൂടി നമ്മൾ ഉണ്ടാവണം. അവരെ സഹായിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വീടിന്റെ പടിക്കകത്തുനിന്ന് വലിച്ചെറിയാൻ ഞാനത് വാങ്ങില്ല, വാങ്ങിക്കൊടുക്കില്ല, വിൽക്കില്ല, ആരെങ്കിലും വാങ്ങിത്തന്നാൽ ഞാനത് കുടിക്കില്ല എന്ന് പറയാനുള്ള ആർജവം ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവണം. എന്ന് മാത്രമല്ല, ഫലസ്തീൻ കോസിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൺ കണക്കിന് ഇസ്ലാമോഫോബിയാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വിസർജിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയയുടെ പ്രധാനപ്പെട്ട ഒരു ടൂളായി ഫലസ്തീൻ മാറിയിരിക്കുകയാണ്. ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന, ഫലസ്തീനിലെ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇസ്ലാമോഫോബിയുടെ അടയാളങ്ങളായി ഇവിടുത്തെ വലതുപക്ഷ അതുപോലെ തന്നെ തീവ്ര സംഘടനകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്താണ്, ഫലസ്തീൻ ചരിത്രം എന്താണ്, 2023 മാത്രം സംഭവിച്ച ഒരു സംഭവമല്ല എന്നും 948 ഏഴര പതിറ്റാണ്ടിന്റെ നീതി നിഷേധത്തിന്റെ ഒരു ചരിത്രമുണ്ട് എന്ന് ഫലസ്തീനെ കുറിച്ച് പറയാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ ഏത് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ ഞാൻ ഫലസ്തീനിന്റെ കൂടെയാണെന്ന് നിസ്സംശയം ആരെയും ഭയപ്പെടാതെ നിങ്ങൾ അൽഗോരിതങ്ങൾ കുറഞ്ഞാൽ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ലൈക്ക് ബട്ടണുകളിൽ അമർത്തലുകൾ കുറഞ്ഞാൽ, നിങ്ങളുടെ വ്യൂവേഴ്സ് കുറഞ്ഞാലും നിസ്സംശയം നീതിയുടെ ഭാഗത്ത് നിൽക്കുമെന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട്. ഇതൊരു ധാർമ്മികമായ ചെറുത്തുനിൽപ്പാണ്. ലോകത്ത് ഫലസ്തീന്റെ കൂടെ നേരിട്ട് ചെറുത്തുനിൽപ്പ് നടത്തുന്നവർ വളരെ കുറഞ്ഞ മനുഷ്യരാണ്. ആ മനുഷ്യരെ പിന്തുണക്കുക എന്ന ധാർമ്മികമായ മുഖാവമ ചെറുത്തുനിൽപ്പുണ്ട്. ആ ചെറുത്തുനിൽപ്പിൽ എല്ലാവർക്കും പങ്കാളികളാവാം. അങ്ങനെ പങ്കാളികളായവരാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും. അതുകൊണ്ട് ആ പങ്കാളിത്തം ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കുക. താൽക്കാലിക സമാധാനങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ അതിവൈകാതെ അത് ലംഘിച്ചെന്ന് വരാം, അത് കാലയളവില്ലാതെ അത് ലംഘിച്ചെന്ന് വരാം. പക്ഷേ നമ്മൾ നമ്മുടെ മണ്ണിൽ അടിയുറച്ച് നമ്മുടെ പോരാട്ടത്തിന്റെ കനലറിയാതെ എല്ലാ സന്ദർഭത്തിലും ഫലസ്തീനികളെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇത്തരം ഐക്യദാർഢ്യ സംഗമങ്ങൾ നമ്മളെ പ്രചോദിപ്പിച്ചു നിർത്തുന്നത്. ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുന്നവരാരായാലും ശരി, അവരുടെ കൊടിയുടെ നിറം നോക്കാതെ, അവരുടെ സംഘടനയുടെ ബാനർ നോക്കാതെ, അതിന്റെ പിന്നിൽ അണിനിരന്ന് ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം ഈ കാലഘട്ടത്തിൽ വിളിക്കാൻ സന്നദ്ധമാകുന്ന വിശാലമായ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നീതിയുടെ കൊടിവാഹകരാകുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാം. മനുഷ്യത്വത്തിന്റെ പതാക പുതച്ചുകൊണ്ട് ലോകത്ത് നമ്മുടെ ധർമ്മം നിർവഹിക്കാം. നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനൊന്നും സംഭവിക്കില്ല, ഡൊണാൾഡ് ട്രംപിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ മുദ്രാവാക്യം വിളിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ കഫിയ പുതക്കുന്നത്, ഞാൻ ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുന്നത് എൻ്റെ മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്താനാണ്, എൻ്റെ നീതിബോധത്തെ ബോധ്യപ്പെടുത്താനാണ്. ഞാനും ഒരു മനുഷ്യനാണ് എന്ന് ചരിത്രത്തിൽ എനിക്ക് ബോധ്യപ്പെടുത്താനാണ്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഫലസ്തീൻ്റെ കൂടെയാണ്. ഞാനും ഫലസ്തീൻ്റെ കൂടെയാണ്, നിങ്ങളും ഫലസ്തീൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ആ ജനതയെ പക്ഷേകളില്ലാതെ, ഉപാധികളില്ലാതെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ജനതയുടെ വിമോചനത്തിന് വേണ്ടി നമ്മളെല്ലാ സന്ദർഭത്തിലും വീണ്ടും വീണ്ടും പ്രാർത്ഥനകളിൽ അവരെ ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ ജനതക്ക് സബറും ഇസ്തിഖാമത്തും കൺകുളിർമയുള്ള വിജയം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറപ്പിന്റെ കാരുണ്യം ആ ജനതയുടെ പുനരധിവാസത്തിൽ, അവരെ ക്ഷേമൈശ്വര്യങ്ങൾ പുലരുന്ന ഒരു രാഷ്ട്ര നിർമ്മാണത്തിൽ എമ്പാടും പടച്ചവന്റെ കാരുണ്യം വർഷിച്ച് ജഗന്യന്താവ് അവരനുഗ്രഹിക്കുമാറാവട്ടെ. ചെറുത്തുനിൽപ്പിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും ഇസ്തിഖാമത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും അള്ളാഹു അവരെ തുണക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൈ പടച്ചവന്റെ മുന്നിൽ ഉയർത്തിയാൽ എല്ലാ സന്ദർഭത്തിലും ഒരു വരിയെങ്കിലും ആ ജനതയെ ഓർക്കാതെ നമ്മുടെ കൈ താഴ്ത്തരുത്. അത് ലോകത്ത് നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ധർമ്മത്തിന്റെയും നീതിയുടെയും മൂല്യങ്ങളുടെയും പ്രഖ്യാപനമാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവരുടെ പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടി സ്വന്തം മക്കൾ രക്തസാക്ഷികളാവുന്നത് കൺകുളിർമയോടുകൂടി നോക്കി നിൽക്കുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന രാജ്യമാണ് അവരുടേത്. അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ സമീപത്ത് പോലും എത്താൻ ലോകത്തെ മുഴുവൻ നിശ്ചയദാർഢ്യം ചേർത്ത് വെച്ചാൽ പോലും കഴിയില്ല. ഞങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കാൻ
പ്രാർത്ഥനയല്ലാതെ മറ്റു വഴികളില്ല. പടച്ച റബ്ബേ, നീ അവരെ കാത്ത് സംരക്ഷിക്കണം. അവർക്ക് അതുപോലെ തന്നെ നിശ്ചയദാർഢ്യമെമ്പാടും പ്രദാനം ചെയ്യണം. അല്ലാഹുവേ, സബറും ഇസ്തിഖാമത്തും കൺകുളിർമയുള്ള വിജയവും നൽകി നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ഞങ്ങൾക്ക് അവരോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സും അതുപോലെ തന്നെ സമയവും സമ്പത്തും ഏതൊക്കെ രീതിയിലാണോ ആ ജനതയെ സഹായിക്കാൻ ഞങ്ങളുടെ പരിമിതികൾക്കകത്തുനിന്ന് സാധിക്കുക, അതിനെല്ലാം തയ്യാറാവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ആ ജനതയുടെ അതുപോലെ തന്നെ ലോകത്ത് പീഡിതരായ മർദ്ദിതരായ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വിമോചനം സാധ്യമാക്കുന്ന പുലരി സ്വപ്നം കാണാൻ, ആ പുലരിക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ, ആ പുലരി കൺകുളിർക്ക കാണാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ اللهم يا ناصر المستضعفين اللهم انصر إخواننا المستضعفين في غزة اللهم انصر إخواننا المجاهدين في غزة اللهم انصر إخواننا المجاهدين في فلسطين اللهم انصرهم نصرا عزيزا اللهم انصرهم نصرا كاملا اللهم عجل بنصرهم يا قوي يا قهار اللهم دمر اليهود وأعوانهم اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم وانقص عددهم اللهم انقص عددهم اللهم اقتلهم بددا ولا تبق منهم أحدا اللهم دمر اليهود وأعوانهم اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم يا جبار يا متكبر يا ذا الجلال والإكرام اللهم يا منقذ موسى من فرعون ويا منقذ يونس من بطن الحوت اللهم يا منقذ يوسف من غيابة الجب اللهم انقذ بلاد المسلمين من أيدي اليهود المعتدين اللهم انقذ بلاد المسلمين من أيدي اليهود الظالمين اللهم احفظ المسجد الأقصى من أيدي اليهود المعتدين اللهم احفظ المسجد الأقصى من أيدي اليهود الظالمين اللهم انصر إخواننا المستضعفين في غزة اللهم انصرهم نصرا عزيزا اللهم وحد صفوفهم واجمع كلمتهم اللهم داو جرحاهم وتقبل شهداءهم وارحم موتاهم يا حي يا قيوم يا ذا الجلال والإكرام اللهم ابرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الظالمين وانصرنا على القوم الكافرين اللهم ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين.